ഹലോ ഗായ്സ്, എല്ലാവർക്കും വേണ്ടി പോയിട്ടില്ലെങ്കിൽ സ്വാഗതം. ഗായ്സ്, നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വലുതായിരുന്നു. ഗായ്സ്, വലുതായി. എത്ര നാളായി കണ്ടിട്ട്. ഓക്കെ, നമ്മ അങ്ങോട്ട് വലുതായി പോയി. നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല. നമ്മ ഇവിടെ ഒറ്റയ്ക്കായി പോയി. നിങ്ങൾക്ക് പാട്ടൊക്കെ കേൾക്കാം എന്നാണെങ്കിൽ നമ്മളുടെ ബുൾമാനെ കൊല്ലാൻ വന്നേക്കണം. ശരിക്കും ആ ബുൾമാനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ ബുൾമാനെ നമ്മളൊരു ദിവസം പണി കൊടുക്കണമെന്ന് വിചാരിച്ച്, പക്ഷെ അവൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവനെങ്ങനെയോ എണീറ്റ് വന്നു. എന്നിട്ട് അവന് ഒരു ഇഞ്ചുറിയും പറ്റില്ല. നോക്കിയാൽ അവൻ ശരിക്കും കട്ടിനുള്ളിൽ ഒളിച്ച് എന്നിട്ട് ചത്തില്ല. അവൻ തലറിഞ്ഞ് വീണു. എന്നിട്ട് പെട്ടെന്ന് എണീറ്റിട്ട് അങ്ങോട്ട് പോയി. ഞാനാണെങ്കിൽ വെപ്പൺസും കയ്യിലൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാവരോടും ഹായ് പറയണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരിടാം. ഞാൻ എല്ലാവരോടും അടുത്ത വീഡിയോയിൽ ഹായ് പറയുന്നതായിരിക്കും. ഞാൻ ഉറപ്പെന്ന് പറഞ്ഞാൽ ഉറപ്പ്. നമുക്ക് ആ തലേനെ പിടിക്കാം. ബുൾമാൻ എന്നിട്ട് അവൻ്റെ പേര്. നമുക്ക് സസ്പെൻഷൻ കൂട്ടി, നമ്മളുടെ അവൻ്റെ സസ്പെൻഷൻ കൂടിയിരിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നണത്. ചാടണ പോലെ സസ്പെൻഷൻ കൂട്ടി. എൻ്റെ അമ്മച്ചി സസ്പെൻഷൻ കൂട്ടിയിട്ട് ഞാൻ പ്രോ ഡ്രൈവറാണ് ഗൈസ്. കണ്ട് ഡിക്കാണ്ട് എനിക്കെങ്ങനെ വണ്ടി വളയ്ക്കണ്ടേ, എവിടെ വെച്ചിട്ടാ ബ്രേക്ക് ഇടണ്ടേന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അത് നിങ്ങൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ കാണില്ല ചിലപ്പോൾ. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മ അവിടെ എത്താറായിട്ടുണ്ട്. അയ്യോ എൻ്റെ അമ്മച്ചി, നമ്മ ഇപ്പം അയാൾ ഇടിച്ചാനെ. നമുക്ക് ഫ്രാങ്ക്ലിൻ എന്നോട് RPG ഉപയോഗിക്കാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അതൊക്കെ കഷ്ടമായി പോയിരുന്നു. ഫ്രാങ്ക്ലിൻ എന്നെ കാണിച്ചത്. ഗൈസ്, ഒരു ബാഡ് വാർത്തയുണ്ട്. നിങ്ങൾ ലൈക്ക് അടിക്കണില്ല ഗൈസ്. ഒരു വീഡിയോയിൽ ഞാൻ നോക്കിയപ്പോൾ ആരും ലൈക്ക് അടിക്കണില്ല. അതാണ് എൻ്റെ വിധി. ഇതൊക്കെ ഉണ്ടാവണം. എന്ത് വിധി ഇത്? അതൊന്നും സാരില്ല. നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിച്ച് പൊട്ടിക്കുക ഗൈസ്. ഞാൻ ഇവിടെ നിങ്ങൾ ലൈക്ക് അടിക്കുന്ന വിചാരിച്ചിരിക്കരുന്ന്. നമ്മ വെറുതെ ഇവിടെ വണ്ടി ഓടിച്ച് കളിക്കണില്ല. നമ്മ ഇങ്ങോട്ടും പോകാത്ത നമുക്ക് നമ്മളുടെ സോമൻ്റെ വീട്ടിൽ പോകണം. സോമൻ്റെ വീട്ടിൽ പോകണം. സോമ അവനെ നമ്മ വിളിക്കുന്നത് സോമ എന്നിട്ടാ. സോമൻ എന്നല്ല, സോമ. ആ സോമൻ അവിടെ തന്നെ ഉണ്ടാവും. അവനൊന്ന് വിളിക്കാം. എടാ സോമ. വയസ്സ് ഇവിടെ സോമനും കാര്യങ്ങളും വിളിച്ചിട്ട് വന്നതാണ്. ആടാ സോമ, അതില്ലേ നീയില്ലേ? മറ്റേ എന്തായാലും ഞാൻ പറയാൻ വന്ന് ഇതാ. നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് എന്തെങ്കിലും പറയാൻ വന്നാൽ അപ്പം അത് മറക്കും. ഗൈസ്, നിങ്ങളുടെ പേരൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോ. ഞാൻ ഹായ് അടുത്ത വീഡിയോയിൽ. ചിലപ്പോൾ കുറച്ച് പേരൊക്കെ പറ്റുള്ളൂ. കാരണം സ്ക്രീനിൽ അത്രയൊക്കെ കൊള്ളാൻ പറ്റുമെന്ന് തോന്നുന്നു. എനിക്ക് അത്രയും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവനോട് നമുക്ക് എന്തായിരുന്നു മാരേജ് ചെയ്യേണ്ടത്? എന്തായിരുന്നു അവിടെ സമ്മതം കിട്ടിയിട്ട് ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. നമ്മൾ ആലോചിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞിട്ട് മനസ്സിലായി എന്നിട്ട് ഇവനോട് പറയേണ്ടത് നമ്മളുടെ വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് ഞാനവിടെ ഡോറിൻ്റെ കീയൊക്കെ ഇവൻ്റെ കയ്യിൽ കൊടുക്കാം. അവിടെ സോമ ഇന്നാളെ കീ പിടിച്ചോ?
ഓ ആടോ കിട്ടിയുണ്ട് പൊക്കോ എത്ര വെറുതെ ഞാൻ പോവാൻ. അതൊക്കെ ഉണ്ടോ അവിടെ ഫ്രാങ്ക്ലിന്? ഒരു സെക്കൻഡ് ഇവനോട് കുറച്ച് കാര്യങ്ങളൊന്ന് എടാ സോമ നീ പോവില്ലല്ലോ. ആടാ പോവാ. പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്തോ. എൻ്റെ മോൻ കണ്ട നിങ്ങൾ ഞാനൊരു ഹെയർ കട്ടും കാര്യങ്ങളും അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളതാണ്. അടാത്ത സോമ ഈ പെട്ടെന്ന് പൊക്കോ, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ അന്ത് ചെയ്യും. സ്ലോമോഷൻ പറഞ്ഞിട്ട് പോടാൻ മതി. അപ്പോൾ ഈ സോമനും കാര്യങ്ങളും പോകാൻ നമ്മൾ ഏൽപ്പിക്കാം. ഇവനെ നമ്മൾ പോയി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് തോന്നുന്നു. നമുക്ക് നമ്മളുടെ പണി നോക്കി പോവാം. ഈ സോമന് വീട് നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി നേരെ പോണത് ആ പുള്ളിൻ്റെ വീട്ടിലാണ്. എനിക്ക് വഴി മനസ്സിലാവുന്നത് ഇവൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് അങ്ങോട്ട് പോകാൻ. എനിക്ക് ആ ബുൾമാൻ്റെ വീട്ടിലേക്ക് പോകാൻ കുറച്ച് പാടാണ്. കാരണമില്ല, ഫ്രാങ്ക്ലിനാണ് കൂടുതൽ അറിയുള്ളൂ ഈ സിറ്റിൻ്റെ ഏത് ഭാഗത്താ ഒരു സാധനങ്ങളുടെ വീടൊക്കെ ഉണ്ടാകുന്നത്. ഫ്രാങ്ക്ലിനാണ് എൻ്റെ കയ്യിലല്ല GPS ട്രാക്കും ഉണ്ട്. അപ്പോൾ ഫ്രാങ്ക്ലിനാണ് എടുക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ വെറുതെ പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ ഷോർട്ട് കട്ട് വഴി എടുത്തിട്ടുണ്ട്. അതിന് മുന്നിൽ വലിയ സാധനം കാര്യങ്ങൾ ഇടിച്ചിട്ടുണ്ട്. ഷോർട്ട് കട്ട് വഴി എടുത്തിട്ട് നമ്മൾ നേരെ അങ്ങനെ പതുക്കെ വളയ്ക്കുക. പതുക്കെ ഓവർടേക്കാൻ പാടുണ്ട്. എൻ്റെ അമ്മച്ചി പ്രോ ഒരാൾ ഇടിച്ചിട്ട്. പക്ഷെ ബൈക്കാരനെ ഞാൻ വിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഒരു സ്കില്ലാണ്. ഞാൻ വഴി കഴിച്ചാ വീണ്ടും. ഞാനെന്താ മണ്ടനാണ് ഞാൻ. പതുക്കെ പോയാ പോലെ. ചാടിക്കോ. ഇതായിരിക്കണോ വില്ലേജ്? എൻ്റെ അമ്മച്ചേ ബ്രേക്ക് ഇട്. നമുക്ക് ഇവിടെ നിന്ന് പോയിട്ട് കൊല്ലണം. അപ്പോൾ ഗൈസ് ഇത് പാർട്ട് എല്ലാം അവസാനിക്കും. ഇതാണ് ലാസ്റ്റ് പാർട്ട് ഓഫ് ദി ബുൾമാൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ. അല്ല, ഇതല്ല വീട്. ഇവിടെ കുറേ വീടുണ്ട്. കൺഫ്യൂഷനാവും. ഇത് തന്നെ വീടെന്ന് തോന്നുന്നു. സോറി ഗൈസ്, ഇവിടെ ഇത് തന്നെ തോന്നുന്നു വീട്. ഞാൻ അന്ന് വന്നപ്പോൾ വേറെ വഴി ആയതുകൊണ്ട് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ഓക്കെ, സ്റ്റിക്കി ബോംബ് എടുത്തിട്ടുണ്ട് ഞാൻ. സ്റ്റിക്കി ബോംബ് ഇടാ. ഗൈസ് നമ്മൾ സ്റ്റിക്കി ബോംബ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സൈഡിലേക്ക് പോയി ആക്ടിവേറ്റ് ചെയ്യണം. നമ്മളുടെ ബുൾമാൻ മരിച്ചു കഴിഞ്ഞു. അവൻ്റെ അന്ത്യമായിരിക്കും. ഓക്കേ.